പണിക്കൂലിയില്ലാതെ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാക്കുവാൻ സ്കൈ ഗോൾഡൻ ഡയമണ്ട്സ് അവതരിപ്പിക്കുന്നു സ്കൈ സുരക്ഷ ഗോൾഡ് പർച്ചേസ് സ്കീം. സ്കൈ ഗോൾഡ്, എലഗൻസ് ഓഫ് ബ്യൂട്ടി. പെരിന്തൽമണ്ണ, നിലമ്പൂർ, പൊന്നാനി. സ്വപ്ന ഭവനങ്ങൾ കുറഞ്ഞ ചിലവിൽ യാഥാർത്ഥ്യമാക്കാൻ വിവിധ ബ്രാൻഡഡ് ടൈലുകൾ ഹോൾസെയിൽ വിലയിൽ ബഡ്ജറ്റ് ടൈൽസിൽ നിന്നും സ്വന്തമാക്കാം. ബഡ്ജറ്റ് ടൈൽസ് ആൻഡ് സാനിറ്ററി, മഞ്ചേരി റോഡ്, വണ്ടൂർ. പരിസ്ഥിതി ആരോഗ്യ പ്രശ്നങ്ങൾക്ക് കാരണമാകുന്ന കാഞ്ഞിരമ്പാടത്തെ പെട്രോൾ പമ്പിനെതിരെ പ്രതിഷേധം ശക്തമാകുന്നു. നാട്ടുകാരുടെയും ചോക്കാട് പഞ്ചായത്തിന്റെയും എതിർപ്പിനെ മറികടന്ന് പമ്പിന് അനുമതി നൽകിയതിനെതിരെയാണ് നാട്ടുകാരുടെ പ്രതിഷേധം. ആരോഗ്യ പ്രശ്നങ്ങൾക്കിടയാക്കുന്ന പെട്രോൾ പമ്പിനെതിരെ പഞ്ചായത്തിനും ജില്ലാ കലക്ടർക്കും നാട്ടുകാർ നേരത്തെ പരാതി നൽകിയിരുന്നു. പമ്പ് സ്ഥാപിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലത്തിന്റെ 10 മീറ്ററിനുള്ളിൽ ഗുരുതര ശ്വാസകോശ രോഗബാധിതരും അംഗവൈകല്യം ബാധിച്ച കുട്ടി ഉൾപ്പെടെയുള്ള രോഗികളുമുണ്ട്. 50 മീറ്ററിനുള്ളിൽ 20ഓളം വീടുകളും 10 മീറ്ററിനുള്ളിൽ ഒരു ആരാധനാലയവും ഒരു ഫിസിയോതെറാപ്പി സെന്ററുമുണ്ട്. ചോക്കാട് പഞ്ചായത്തിലെ ഭരണ പ്രതിപക്ഷ അംഗങ്ങൾ ഒന്നടങ്കം പെട്രോൾ പമ്പിനെതിരെ രംഗത്ത് വന്നിട്ടുണ്ട്. മലയോര ഹൈവേയിൽ 2 കിലോമീറ്ററിനുള്ളിൽ 3ാമത്തെ പമ്പാണ് ഇപ്പോൾ നിർമ്മാണം നടത്തുന്നത്. ഞങ്ങളൊരു കൊല്ലം ഇതിന് പിന്നാലെ നടക്കി തുടങ്ങി. ഇവിടെ ഞങ്ങളൊരു ഇതിനെ പരിപാടികൾ നടന്നപ്പോൾ ADM ആ മൂലൊക്കെ നിന്നിട്ടാണ് പറഞ്ഞത്. അവിടെ നിന്നിട്ട് ഇങ്ങനെ കുറിച്ച് പോവുകയാണ്. അല്ലെങ്കിൽ നമ്മളെ തുണക്കാരൻ ചെന്നിട്ട് പറഞ്ഞു, എന്താ സാറേ ഞങ്ങൾക്ക് ഇവിടെ പരാതി ഉണ്ട്. ഈ മണികണ്ഠൻ ADM മണികണ്ഠൻ അയാളെ പേര്. അത് പറഞ്ഞ സമയത്ത് അയാൾ പറഞ്ഞു, പിന്നെ ആ വണ്ടി കയറിയിട്ട് ഓലപ്പണ് പോയത് ആരപ്പം ഈ ബിനാമി ടീമിന്റെ പണ്ട് പോവുക ചെയ്തത്. ഒന്നും കേൾക്കാതെ പോയത്. അത് കുറച്ച് കഴിഞ്ഞപ്പോൾ പറയും കേട്ടു, സാറേ ഇത് ഒക്കെ ഓക്കെ ആയിക്കണെന്ന് പറഞ്ഞു. ഞങ്ങൾ മണികണ്ഠൻ സാറിനെ പോയി കണ്ടപ്പോൾ അവിടെ അയാളെ വിട്ടുപോയിട്ടുണ്ട്. അത് അവിടുന്ന് റിട്ടേൺ അടിച്ചു പോയിട്ടുണ്ട്. വേറെ ആളാണ് ഉള്ളത്. അത് പറഞ്ഞു കഴിഞ്ഞപ്പോൾ ഓല് പറഞ്ഞു ഞങ്ങൾക്കിത് അറിയില്ല, അയാളൊക്കെ ഓക്കെ ആക്കി പോയി. അപ്പൊ നല്ല പൈസ വാങ്ങിയിട്ടല്ലേ ഇത് പോയിക്കണേ, അല്ലേ അതാണ് അതൊന്ന്. പിന്നെ ഇവിടെ അടി നോക്കണി 16 മീറ്റർ ഉണ്ടോ, ഇത് 16 മീറ്റർ പിടിച്ചു നോക്കി 4.5 മീറ്ററാണ് അവിടെ ഉള്ളത്. ആ പെരമകത്തിൽ ആ കുട്ടിക്ക് അവിടെ സുഖമല്ല. ഇങ്ങനത്തെ വിഷയങ്ങളൊന്നും ഇവർക്ക് പ്രശ്നമല്ല. 20 മെമ്പർമാർ ഞങ്ങൾ ഒരുമിച്ച് നിന്നിട്ട് ഈ സാധനം ബ്ലോക്ക് ചെയ്തതാണ്. ഇവരെല്ലാവരും ഞങ്ങൾ ഒരുമിച്ച് നിന്നതാ. പിന്നെ പറഞ്ഞിട്ട് സെക്രട്ടറിന്റെ എന്തൊക്കെ പ്രശ്നമുണ്ട്, അയാൾ ഒഴിവാക്കും എന്നൊക്കെ പറഞ്ഞിട്ട് ഈ സാധനം കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതെങ്ങനെയാണ് വന്നത്? ഇതൊക്കെ ഒരു ഇതുമാണ്. ഞങ്ങൾ സ്റ്റേഷനെ വിളിപ്പിച്ചപ്പോൾ ഇതിന്റെ എല്ലാ ആളുകളും ഞങ്ങൾ ജീനു ചെറിയാന്നാണ് ഞങ്ങളെ ഓന്റെ അച്ഛനേറ്റും നല്ല ബന്ധനും നല്ല മനുഷ്യനെ മാഷയും അയാൾ ഇവനിട്ട് നല്ല സുഹൃത്തിന്. ഇവരോട് ഞങ്ങൾ കാര്യങ്ങളൊക്കെ പറഞ്ഞു. ഇവിടെ കൊരനാട് മജീദാണ് മനസ്സിലാവും. അത് മാത്രം ഒപ്പിട്ട് ഓരോതാണ് ഒന്നാമത് വന്നത്. ഈ ബാക്കിയുള്ള ഞങ്ങളതൊക്കെ 7, 8 വന്നത്. പിന്നെ രണ്ടാമത് വില്ലേജർ വന്നിട്ടാണ് ഈ സാധനം മാറ്റിയത്. 1 വരായത് 2 ഞാനായത് ഇങ്ങനെയൊക്കെ വന്നത്. ഇതിൽ വികാരം ഉണ്ടാവില്ലേ സാറേ? പറയും. ഇതിനൊരു തീരുമാനം ഞങ്ങൾക്ക് ആക്കിയേ പറ്റൂ. പമ്പ് നിർമ്മിക്കാൻ ഉദ്ദേശിക്കുന്ന സ്ഥലം നേരത്തെ തണ്ണീർത്തടമായിരുന്നെന്നും ഇവിടെയുള്ള കുളം നികത്തിയാണ് പെട്രോൾ പമ്പ് നിർമ്മാണത്തിനൊരുങ്ങുന്നതുമെന്ന് നാട്ടുകാർ പറഞ്ഞു. ചോക്കാട് പഞ്ചായത്തിലെ കാഞ്ഞിരമ്പാടം നിവാസികളെ അവർക്ക് വർഷങ്ങളായിട്ട് താമസിക്കുന്ന ഈ സ്ഥലത്ത് ഒരു പെട്രോൾ പമ്പ് വരുന്നതുമായി ബന്ധപ്പെട്ട് നിലവിൽ ജില്ലാ മജിസ്ട്രേറ്റിനും അതുപോലെ തന്നെ കലക്ടർ, താലൂക്ക് ഓഫീസ്, അതുപോലെ പഞ്ചായത്തിലെല്ലാം പരാതി നൽകിയിട്ടും ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കണ്ടുറക്കാതെ ഈ സ്ഥലത്ത് പെട്രോൾ പമ്പ് നിർമ്മിക്കാനുള്ള അനുമതി കൊടുത്തിരിക്കുകയാണ്. അതിനെതിരെ അത് ശക്തമായിട്ട് ഈ പ്രദേശവാസികൾ പ്രതിഷേധത്തിലാണ്. അതിന്റെ ഭാഗമായിട്ട് പഞ്ചായത്തിന്റെ ഭരണസമിതിയും ഇതോടൊപ്പം ഉണ്ട്. ഇവിടെ ഈ ഭൂമിയും ഇതിനടുത്ത് താമസിക്കുന്ന ആളുകളും തമ്മിൽ വളരെ ചെറിയ വ്യത്യാസത്തിലാണ്, അളവിലാണ് കിടക്കുന്നത്. 6 മീറ്റർ പരിധിയിൽ ഒക്കെയുള്ള വീടുകൾ ഇവിടെ ഉണ്ട്. അതുമാത്രമല്ല ഇവിടെ ഈ ഭാഗത്ത് 2 കുട്ടികളുണ്ട്. ഒരു 85% കൂടുതൽ ഭിന്നശേഷിയുള്ള ഒരു കുട്ടിയുണ്ട്. ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം ഇതിന്റെ ഭയാനകതയെപ്പറ്റി ഒരു അറിവുമില്ലാത്ത കുട്ടിയാണ്. അതുപോലെ തന്നെ ശരീരം ഇറുകിപ്പിടിച്ച് ശ്വാസകോശം ചെറുതായി വരുന്ന അസുഖമുള്ള ഒരു കുട്ടിയും ഇവിടെ ഉണ്ട്. ഈ കുട്ടിയുടെ ജീവനും ഒരു നിലയും വിലയും കൽപ്പിക്കാതെയാണ് ഉത്തരവാദിത്തപ്പെട്ട ADM ഇതിന് അനുമതി നൽകിയിട്ടുള്ളത്. ഇതിനെതിരെ ശക്തമായ പ്രതിഷേധം നാട്ടുകാർക്കും ഉണ്ട്. വർഷങ്ങളോളം വെള്ളം കെട്ടി നിന്നൊരു കുളം അത് മണ്ണിട്ട് നികത്തിയിട്ടാണ് ഇവിടെ ഈ ഒരു പ്രവൃത്തി ആരംഭിക്കാൻ നോക്കുന്നത്. നാട്ടുകാർ പഞ്ചായത്തിൽ നൽകിയ ഭീമ ഹർജിയുടെ അടിസ്ഥാനത്തിൽ പെട്രോൾ പമ്പിന് വേണ്ടിയുള്ള എല്ലാ പ്രവൃത്തികളും നിർത്തിവെക്കണമെന്ന് ഉടമയ്ക്ക് പഞ്ചായത്ത് നോട്ടീസ് നൽകിയിട്ടുണ്ട്. ജനങ്ങളുടെ ആരോഗ്യത്തിനും പാരിസ്ഥിതിക പ്രശ്നത്തിനും ഇടയാക്കുന്നതുമായ യാതൊരു പ്രവർത്തനങ്ങൾക്കും പഞ്ചായത്ത് അനുമതി നൽകില്ലെന്നും ജനങ്ങളോടൊപ്പം നിന്ന് എതിർക്കുമെന്നും ഭരണ പ്രതിപക്ഷാംഗങ്ങൾ മുന്നറിയിപ്പ് നൽകി. കാഞ്ഞിരമ്പാടം ഭാഗത്ത്
ഈ ഒരു പെട്രോൾ പമ്പ് വരുന്നതുമായി ബന്ധപ്പെട്ട് ഇവിടുത്തെ പ്രദേശനിവാസികൾക്ക് ഉണ്ടാകുന്ന ബുദ്ധിമുട്ട് കണക്കിലെടുത്തുകൊണ്ട് അതിന് ഏറ്റവും നല്ല ശാശ്വത പരിഹാരം എന്നുള്ള നിലയിൽ ഈ പെട്രോൾ പമ്പ് ഇവിടെ നിന്ന് മാറ്റി വേറെ ഏതെങ്കിലും സ്ഥലത്തേക്ക് മാറ്റി കൊണ്ടുപോകണം എന്നുള്ളതാണ് ഞങ്ങളുടെ എല്ലാവരുടെ അഭിപ്രായം. തൊട്ടടുത്ത് ചോക്കാട്ടങ്ങാടിയിലും സ്രാമ്പിക്കല്ലിലും പുതിയ ഓരോരോ പെട്രോൾ പമ്പുകൾ നമുക്ക് ഇവിടെ എത്തിയിട്ടുണ്ട്. ജനങ്ങൾക്ക് പെട്രോൾ അടിക്കാനുള്ള സൗകര്യം നമ്മുടെ നാട്ടിൽ തന്നെ ഒരുപാടായി വന്നിട്ടുണ്ട്. അപ്പോൾ ഈ പ്രദേശത്തുകാരുടെ വികാരം മനസ്സിലാക്കിക്കൊണ്ട് ഞങ്ങളുടെയൊക്കെ ബുദ്ധിമുട്ട് മനസ്സിലാക്കിക്കൊണ്ട് എത്രയും പെട്ടെന്ന് ഇതിനുള്ള അനുമതി റദ്ദ് ചെയ്യണമെന്നുള്ളതും അതുമായി ബന്ധപ്പെട്ട് ഇത് നടപ്പിലാക്കരുതെന്നുള്ള ആവശ്യമാണ് ഞങ്ങൾക്ക് എല്ലാവർക്കും ഉള്ളത്. അത് ഞങ്ങളുടെ ശക്തമായ പ്രതിഷേധം അതിൽ രേഖപ്പെടുത്തുന്നതാണ്. പഞ്ചായത്ത് സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻമാരായ സിറാജ് നീലാമ്പ്ര, അറക്കൽ സക്കീർ ഹുസൈൻ, മെമ്പർമാരായ ഷാഹിന ബാനു, എം അൻവർ, ടി രാമൻ, ടി ഷർഫുദ്ദീൻ, നാട്ടുകാരായ ടി ഷിഹാബ് റഹ്മാൻ, ഒ.കെ. അബ്ദുൽ സഫീർ, ടി ബാബു, കെ ഹക്കീം, ഒ.കെ. ഉമ്മർ തുടങ്ങിയവർ നേതൃത്വം നൽകി. ന്യൂസ് ബ്യൂറോ, ചോക്കാട്. ചില ബന്ധങ്ങൾ സ്വർണം പോലെയാണ്. അത് നമ്മുടെ ജീവിതത്തെ പ്രകാശിപ്പിച്ചുകൊണ്ടേയിരിക്കും. നമ്മുടെ ബന്ധങ്ങൾക്ക് നൽകാം സുതാര്യതയുടെ പൊൻതിളക്കം. ബ്യൂട്ടി മാർക്ക് ഗോൾഡൻ ഡയമണ്ട്സ്, സ്പെഷ്യലി ഫോർ യു. ചെറിയ വിലയിൽ ഇനി വലിയ സ്വപ്നങ്ങൾ കാണാം. ലൈബ വെഡിംഗ് സെന്റർ, വെഡിംഗ് ആൻഡ് ഡിസൈനിംഗ് സ്റ്റുഡിയോ, പൂക്കോട്ടം പാടം, വണ്ടൂർ.